ആലപ്പുഴയിൽ LDFന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കണമെന്ന CPM നേതൃത്വത്തിന്റെ നിർദ്ദേശം. പ്രചാരണത്തിൽ മുന്നേറാനായിട്ടുണ്ടെങ്കിലും എതിരാളികൾ ശക്തരാണ്. അത് മനസ്സിലാക്കി പ്രവർത്തനത്തിന്റെ തീവ്രത കൂട്ടണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശിച്ചത്. നേരിട്ട് വീടുകളിലെത്തി വോട്ടർമാരെ കാണുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്നും ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകി. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ആലപ്പുഴയിൽ പ്രചാരണം അത്ര തീവ്രമല്ല എന്ന വിലയിരുത്തലാണോ പാർട്ടിക്കുള്ളത്? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം അത്ര തീവ്രമല്ല എന്നല്ല LDFന്റെ വിലയിരുത്തൽ. മാത്രം പ്രചരണം കൂടുതൽ ശക്തമാകണം. കാരണം മത്സരത്തിന്റെ കടുപ്പം ഏറിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പ്രതികൂല സാഹചര്യത്തിൽ വിജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. എന്നാൽ ഇത്തവണ മത്സരം അത്ര അനായാസമായ ഒരു മത്സരമല്ല. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തോടുകൂടിയും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തോടുകൂടിയും മത്സരം കടുപ്പമുള്ളതായിരിക്കുന്നു. മത്സരത്തിന്റെ ഈ കടുപ്പം അനുസരിച്ചുള്ള പ്രവർത്തനവും അതിനനുസരിച്ചുള്ള ഉയർന്നുള്ള പ്രവർത്തനവും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു അപ്പീലിംഗ് ആണ്, ഒരു അഭ്യർത്ഥനയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നടത്തിയത്. പ്രചരണ പ്രവർത്തനത്തിൽ ആദ്യഘട്ടം മുതൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ മുന്നേറ്റം കൊണ്ട് മാത്രമായില്ല, എതിരാളികൾ ശക്തരാണ്. അവരുടെ ശക്തി കൂടി തിരിച്ചറിഞ്ഞുള്ള കൂടുതൽ തീവ്രമായ പ്രവർത്തനം വേണം. അതിനായി പരമാവധി വോട്ടർമാരെ വീടുകളിലെത്തി കാണുന്ന പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. 3 തവണയെങ്കിലും ഒരു വീടുകളിൽ LDFന്റെ പ്രവർത്തകർ CPMന്റെ പ്രവർത്തകർ എത്തണം എന്ന് നിർദ്ദേശമുണ്ട്. നേരത്തെ തന്നെ അക്കാര്യം തീരുമാനിച്ചതാണ്. ഏരിയ തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള നേതാക്കന്മാർ ഓരോ 3 ബൂത്തുകളായി തിരിച്ച് ആ ബൂത്തുകളിൽ 3 തവണയെങ്കിലും വീടുകൾ കയറണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ അവലോകനം ഇന്നലത്തെ യോഗത്തിൽ MV ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. പൊതുവിൽ ആത്മവിശ്വാസമുണ്ടെങ്കിലും ഈ മത്സരം കടുപ്പമായ സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് CPMന്റെ ആലപ്പുഴ ജില്ലയിലെ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.